കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലുമാണ്. പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനായി നമുക്ക് നന്ദി പറയാം. യഹോവയിലുള്ള സന്തോഷം നമ്മുടെ ബലമാകട്ടെ. എല്ലാ അവസരത്തിലും സന്തോഷിപ്പാൻ, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ കഷ്ടത്തിൽ എളിയവന് ഒരു കോട്ടയായി, ദുർഗമായി, ഉഷ്ണത്തിൽ തണലായി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആഞ്ഞടിക്കുന്ന സമയത്ത് നമ്മൾ പരിഭ്രമിക്കരുത്. ഇതിൻ്റെ നടുവിൽ അഭയകേന്ദ്രമായി, ശൈലമായി, കോട്ടയായി നമ്മുടെ ദൈവം ഇറങ്ങി വരും. ഭക്തനായ ദാവീദ് പറയുന്ന പ്രസ്താവന നോക്കൂ. യഹോവ എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. അടുത്ത് നോക്കൂ. ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങിയാലും, ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നാൻ എന്നോട് അടുത്ത് വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ വെളിച്ചമാരാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഒരു സൈന്യം വന്നാലും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇസ്രായേൽ മക്കൾ നോക്കൂ. അവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫറവോൻ പിന്നാലെ വന്ന് ജനത്തെ പിടിച്ചുകൊണ്ട് വന്നു. കുതിരയും രഥവുമൊക്കെ ഉണ്ട്, സൈന്യം മിസ്രയീമ്യർക്കുണ്ട്. പക്ഷേ ഇസ്രായേൽ മക്കൾ കുതിരയില്ല, രഥമില്ല. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ സൈന്യവും മിസ്രയീം സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ദൈവം അവരുടെ മധ്യം ഇറങ്ങുകയാണ്. നോക്കൂ, ഇസ്രായേൽ മക്കൾ സൈന്യമില്ലാതെ, അക്ഷരാർത്ഥത ഇല്ലാതിരിക്കുമ്പോൾ സൈന്യം എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മളൊരു സൈന്യമായി മാറുകയാണ്. ലോകത്തിനത് കാണാൻ പറ്റിയില്ല, ഫറവോനത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഫറവോൻ വിചാരിച്ചു ഇവരെ തിരിച്ചു പിടിച്ചുകൊണ്ട് പോകാം, ചോദിക്കാൻ ആരുമില്ല. പക്ഷേ എബ്രായരുടെ ദൈവം, അല്ലെങ്കിൽ സർവശക്തനായ ദൈവം പുറപ്പെടുവിച്ചെങ്കിൽ അതിനെ തടയാൻ ഫറവോനെ നിനക്ക് കഴിയത്തില്ല. നിനക്ക് തെറ്റുപറ്റി. ക്രൈസ്തവോ, ഈ പകലിലും വിളിച്ചു പറയട്ടെ, ദൈവം വിടുവിച്ചാൽ, ദൈവം പുറത്തു കൊണ്ടുവന്നാൽ അതിന് ഇപ്പുറത്ത് പദ്ധതികളൊരുക്കി നിന്നെ തകർക്കാൻ വരുന്ന ശക്തികളെ കണ്ട് നീ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ വിളിച്ചു പറ, എൻ്റെ കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം എൻ്റെ ശക്തി ദുർഗമാണ്, ഞാൻ ഭയപ്പെടത്തില്ല എന്ന് വിളിച്ചു പറയാൻ ഇന്ന് പ്രഭാതത്തിലും നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മുടെ സകല വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഉന്നതനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. വിഷയങ്ങൾ ദൈവം മുമ്പാകെ പൂർണ്ണമായി വിട്ടുകൊടുക്കൂ. കർത്താവെ, അങ്ങയുടെ മുൻപാകെ ഞാൻ ആ വിഷയത്തെ കൊണ്ടുവരുന്നു. നോക്കൂ, ശാശ്വതമായി പരിഹരിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ കാലത്തും തിരിച്ചറിയാനിടയായാൽ നമ്മൾ സംതൃപ്തരാകുകയാണ്. നമുക്കൊരു വിടുതൽ ഇന്ന് പകലുണ്ടാകും. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? കർത്താവെ, ഞാൻ എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വിഷയത്തെ അങ്ങയുടെ മുൻപാകെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അത് കൈകാര്യം ചെയ്യണമേ. മിണ്ടാതിരുന്ന ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാകുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ചില ദൈവപ്രവൃത്തികൾ ഇന്ന് പകലിലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. മർക്കോസ് സുവിശേഷം 2:3 വാക്യം നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ്. ആ സംഭവം, അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു.
യേശു കഫർന്നഹൂമിൽ ചെല്ലുകയാണ്. പിന്നെയും അവനൊരു വീട്ടിൽ ചെന്നപ്പോൾ യേശു അവിടെ ഉണ്ടെന്ന് അറിവ് കിട്ടിയത് കൊണ്ട് വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം അനേകർ വന്നുകൂടിയിരിക്കുക. യേശു അവിടെ വന്നത് അറിഞ്ഞ് വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ ഒരു വലിയ സമൂഹം തിങ്ങി നിൽക്കുകയാണ്. യേശു എവിടെ ചെന്നാലും ആളുകൾ കൂടും. അഭിഷേകമുള്ളവൻ്റെ സാന്നിധ്യം അറിഞ്ഞ ആളുകളെത്തും. ശ്രുതി കേട്ട ആളുകൾ വന്നു. പ്രിയരെ, ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മൾ തേടിപ്പോകേണ്ട നമ്മുടെ അടുത്ത ആളുകൾ വരണം. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ ദൈവത്തെ സ്തുതിക്കുന്നവനാണോ? നീ ആരാധിക്കുന്നവനാണോ? നിന്നെ തേടിയ ആളുകൾ വന്നിട്ട് പറയണം, നിൻ്റെക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കൂടെ ദൈവമുണ്ട്, ഞങ്ങളത് മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, ഞങ്ങളത് തിരിച്ചറിയുന്നു എന്ന് പലരും മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഒരാത്മീയനാണ്, അഭിഷേകമുള്ളവനാണെന്ന് അടുത്തുള്ളവരറിയട്ടെ, കൂടെയുള്ളവർ മനസ്സിലാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ചിന്തയിലേക്ക് ഓടിച്ചു വരുന്നു. അപ്പോൾ വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ അനേകർ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ചുമന്നു കൊണ്ടുവരികയാണ്. അതും സാഹചര്യങ്ങൾ എതിരായിടത്തേക്ക്, അകത്തേക്ക് കയറാൻ പറ്റാത്ത, സാധ്യതകൾ അസ്തമിച്ചു എന്ന് സാഹചര്യങ്ങളെ നോക്കി വിലയിരുത്തേണ്ട ഇടത്തേക്ക് 4 ആൾ നോക്കൂ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ടുവരികയാണ്. ചിലപ്പോൾ കട്ടിലായിരിക്കാം. അവർ ഒത്തു പിടിച്ചുകൊണ്ടാണ് വരുന്നത്, ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം അവരുടെ അകത്തൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. എത്ര മിനിറ്റ്, എത്ര മണിക്കൂറുകൾ ചുമന്നെന്നറിയത്തില്ല, ക്ഷീണം കാണും. പക്ഷേ എത്ര തടസ്സമുണ്ടെങ്കിലും ഈ സബ്ജക്റ്റ് എത്തേണ്ടിടത്ത് എത്തിക്കണമെന്ന് അകത്ത് ഭയങ്കര വിശ്വാസം ഈ 4 പേരുടെയും ഉള്ളിൽ നിന്നും വ്യാപരിക്കുകയാണ്. പ്രിയരെ, ഇങ്ങനെയൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടോ? അവർ മുമ്പിൽ വന്നപ്പോൾ നോക്കൂ, വാതിൽക്കൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ല, അകത്തേക്ക് കയറാൻ പറ്റില്ല. ചുമന്നത് വെറുതെ ആയിപ്പോയോ എന്നവർ ചിന്തിച്ചില്ല. അവരുടെ അകത്തുള്ള ഏക ലക്ഷ്യം ഈ സബ്ജക്റ്റ് യേശുവിൻ്റെ മുമ്പിൽ വെക്കണം. ഞങ്ങൾ കഴിഞ്ഞ മിനിറ്റ് വരെ ചുമന്നുകൊണ്ട് വന്നത് വെറുതെയല്ല, തിരിച്ചിതുപോലെ പോകത്തില്ല എന്ന് അകത്തൊരു വിശ്വാസം ആളിക്കത്തുമെങ്കിൽ ഇന്ന് പകൽ ചുമന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നാളുകൾ ചുമന്നുകൊണ്ട് വന്നത് കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇറക്കി വെച്ചാൽ ഇനിയും അത് ചുമക്കാൻ എനിക്കിടയാവില്ല, എൻ്റെ കുടുംബത്തിനിടയാവില്ല. തലമുറയുടെ വിഷയം, നിങ്ങളുടെ ശരീരത്തിൻ്റെ, നിങ്ങളുടെ ആത്മീയതയുടേത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെത്, മിനിസ്ട്രിയുടേത്, ഏതൊക്കെ ചുമന്നോ ഇന്ന് പകൽ വിളിച്ചു പറ, ഞാനിത് തിരിച്ചതുപോലെ എടുത്തുകൊണ്ട് പോവില്ല. ഇത് എഴുന്നേറ്റ് പോകും, ഇത് നടക്കും, ഇതിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും, ഇത് മൂവ് ചെയ്യും. ഞങ്ങളത് കാണാൻ പോകുകയാണ്. നോക്കൂ, ഇവർ ആ വീടിൻ്റെ മുകളിൽ കയറി. സാഹചര്യം നമുക്കെല്ലാം ബാക്ക്ഗ്രൗണ്ട് അറിയാം. പെർമിഷനൊന്നും ചോദിക്കാതെ വീട്ടുടയവൻ്റെ അത്ര റിസ്ക് എടുത്താണ് അവർ കയറിയത്. മേൽക്കൂരയെല്ലാം പൊളിച്ച് ഈ സബ്ജക്റ്റ് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ സബ്ജക്റ്റ് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവിന് കൈവിടാൻ ആ മനുഷ്യനെ ഓർത്തല്ല വിടുതൽ നൽകിയത്, കൊണ്ടുവന്നവരുടെ അകത്ത് വ്യാപരിച്ച അതിശക്തമായ വിശ്വാസത്തെ ഓർത്ത് കർത്താവ് അത്ഭുത വിടുതൽ നൽകിയെങ്കിൽ ഇന്ന് പകൽ സാഹചര്യങ്ങളെ വകവെക്കാതെ, പരിമിതികളെ നോക്കാതെ,
തിരിച്ചു പോകത്തില്ല. ഇതിൻ്റെ വിടുതൽ കണ്ടിട്ട് പോകത്തുള്ളൂ. ഇതകത്ത് കൊണ്ടുവന്ന് വെക്കാതെ ഞങ്ങൾക്ക് ഒരു വിശ്രമമില്ല എന്ന്, ഞങ്ങൾക്കൊരു വിടുതൽ കാണാതെ ഞങ്ങൾ ഈ വിഷയത്തിന്മേൽ എഴുന്നേൽക്കത്തില്ലെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, ശക്തമായ ചില വിടുതലുകൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ ശരീരത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറക്കി വെച്ചത് വെറുതെ ആയില്ല. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് പറയുകയാണ്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ പക്ഷവാതക്കാരനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം. നോക്കൂ, പിന്നെ ഇവർ കൊണ്ടുവന്നവർ ചുമന്നില്ല. അവൻ തന്നെ ആ കിടക്കയെടുത്തുകൊണ്ട് പോകാനുള്ള കരുത്തും ബലവും അവൻ്റെ ശരീരത്തിൽ യേശു നൽകിയെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ബലമില്ലാത്ത വിഷയം, തളർന്നുപോയ വിഷയം, പാരലൈസായ വിഷയം, എഴുന്നേൽക്കാത്ത വിഷയം ബലം പ്രാപിച്ചു വീട്ടിലേക്ക് ആനന്ദത്തോടെ മടക്കിക്കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഏറ്റെടുത്തതെന്നവർ ശക്തമായി ആത്മാവിൽ സ്തോത്രം ചെയ്യൂ. നോക്കൂ, ഈ മനുഷ്യൻ എഴുന്നേറ്റപ്പോൾ കൊണ്ടുവന്നവരുടെ അകത്ത് വ്യാപരിച്ച വിശ്വാസം നിങ്ങൾ നോക്കിയേ. അവർ പരസ്പരം പറഞ്ഞു കാണും, നമ്മൾ ഇത്രയും സ്ട്രെയിൻ എടുത്ത് റിസ്ക് എടുത്ത് ഇത് കൊണ്ടുവന്നത് വെറുതെ ആയില്ല. അതിൻ്റെ റിസൾട്ട് കാണാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. ഇന്ന് പകലിലും ചില വിഷയങ്ങളുടെ റിസൾട്ടുകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചില വിഷയങ്ങളുടെ, നിങ്ങളെ അലട്ടുന്ന ചില വിഷയങ്ങളുടെ, നിങ്ങളുടെ തലമുറയുടെ ചില വിഷയങ്ങളുടെ, ഹല്ലേലൂയ, സാമ്പത്തികമായ ചില വിഷയങ്ങളുടെ, നിങ്ങളുടെ ആത്മീയ വിഷയത്തിൽ മേൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത ചില ആഴമായ വെല്ലുവിളികളുടെ ചില വിഷയങ്ങൾ ഈ പകൽ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം ഇന്ന് പകൽ ഒന്ന് കത്തട്ടെ. ഹല്ലേലൂയ. അകത്തളങ്ങളുടെ വിശ്വാസം ഒന്ന് സ്ട്രോങ് ആകട്ടെ. കൊണ്ടുവന്ന വിഷയം അതുപോലെ മടങ്ങി വരത്തില്ല. അത് എഴുന്നേറ്റ് നടക്കാൻ പോകുകയാണ്. അത് വീട്ടിലേക്ക് ശക്തിയോടെ സത്യം പറയത്തക്ക രീതിയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് ഇന്ന് പകലിലും പദ്ധതിയുണ്ട്. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? യേശുവിൻ നാമത്തിൽ അവർ 4 പേരുടെയും അകത്തുള്ള വിശ്വാസം ഒരുപോലെയായിരുന്നു. ആരും വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചവരില്ല. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ദൈവപ്രവൃത്തി വരില്ലായിരുന്നു. കാരണം പകുതി വഴിക്ക് അവർ തിരിച്ചു പോയേനെ. മാത്രമല്ല, വാതിക്കൽ ആളുള്ളപ്പോൾ അവർ പറഞ്ഞേനെ, ഇനിയും ഇത്രയും കൊണ്ടുവന്നിട്ട് കാര്യം ഒന്നും ഉണ്ടായില്ല, നമുക്ക് തിരിച്ചു പോകാം, സാധ്യതകളില്ല മുമ്പോട്ട് പോകാൻ. പക്ഷേ അവരൊരുമിച്ച് ചിന്തിച്ചു, ഈ സബ്ജക്റ്റ് അകത്ത് വെച്ചേ ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ശക്തി, വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകലിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ സബ്ജക്റ്റുകൾ എഴുന്നേറ്റ് നടക്കുന്നതിനായി സ്തോത്രം. അത് ശക്തിയോടെ കർത്താവേ, അനേകയിടത്ത് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അത് തിരിച്ചു വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലും അങ്ങയുടെ ബലമുള്ള കാര്യം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കൂ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കരേറ്റു. വിഷയങ്ങൾ എത്ര സ്ട്രെയിൻ ഉണ്ടെങ്കിലും, സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, പരിമിതികളുണ്ടെങ്കിലും, പരിമിതിയും ഇല്ലാത്ത കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. ഈ പകൽ വിടുതൽ വ്യാപരിക്കുന്നു. ഈ പകൽ സൗഖ്യം വ്യാപരിക്കുന്നു. ഈ പകൽ ബലം വ്യാപരിക്കുന്നു. ഈ പകൽ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. നിങ്ങളുടെ സബ്ജക്റ്റ് എഴുന്നേൽക്കുന്നു. സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു മതി.